ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാവിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ഔഷധം മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത കയർപിരി തൊഴിലാളികൾക്ക് ഉത്സവ അലവൻസായി 2000 രൂപ നൽകുമെന്ന് കയർ മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരക്കാർക്ക് അലവൻസ് നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചേർത്തല ഉഴുവ പുതിയകാവ് ദേവങ്കൽ ദേവസ്വത്തിൽ നവീകരിച്ച പാഞ്ചജന്യം ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കയർ കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സഹായധനമായി 52 കോടി രൂപ കൈമാറിയെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. റെയിൽവേ ജനറൽ മാനേജർ യു സുബ്ബറാവു, ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രശേഖർ എന്നിവരാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. KC വേണുഗോപാൽ MP, ആലപ്പുഴ നഗരസഭ അധ്യക്ഷ മോളി ജേക്കബ് തുടങ്ങിയവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിനോദസഞ്ചാര സാധ്യതകൾ കണക്കിലെടുത്ത് ആലപ്പുഴയെ ടൂറിസം റെയിൽവേ സ്റ്റേഷനായി ബ്രാൻഡ് ചെയ്യണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. BJP ആലപ്പുഴ വടക്ക് ജില്ലാ കമ്മിറ്റി റെയിൽവേ ഉദ്യോഗസ്ഥർ നിവേദനവും നൽകി. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. ചേർത്തല മാടക്കലിൽ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ആന്റണി അന്ത്രപ്പേർ സ്മാരക കളരി പ്രവർത്തനം തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കളരി വിളക്ക് തെളിയിച്ച് വാളും പരിചയമായി P. പ്രസാദ് MLA പയറ്റിയായിരുന്നു ഉദ്ഘാടനം. 100ലധികം കളരികളുണ്ടായിരുന്ന ചേർത്തലയിൽ അവശേഷിക്കുന്ന ഏക കളരിയാണിത്. P. പ്രസാദ് MLA അധ്യക്ഷത വഹിച്ചു. കളരി വിളക്ക് തെളിച്ച് വാളും പരിചയമായി P. പ്രസാദ് MLA പയറ്റിയായിരുന്നു ഉദ്ഘാടനം. 100ലധികം കളരികളുണ്ടായിരുന്ന ചേർത്തലയിൽ അവശേഷിക്കുന്ന ഏക കളരിയാണ് മാടക്കലിൽ ഉള്ളത്. ചടങ്ങിൽ P. പ്രസാദ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ S. സോബിൻ, കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി നാരായണ ഗുരുക്കൾ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. സാധാരണക്കാർക്ക് ന്യായവിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാനും വിലക്കയറ്റം തടയാനുമായി സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. ആലപ്പുഴയിൽ സപ്ലൈകോ ഒരുക്കിയ ഓണം ജില്ലാ ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സപ്ലൈകോയും സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡുമാണ് വിപണിയിലെ വില നിലവാരം നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നത്. സപ്ലൈകോ വഴി 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നു. പൊതുവിപണിയിൽ കിലോയ്ക്ക് 51 രൂപ വിലയുള്ള ജയ അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 33 രൂപയ്ക്കാണ് നൽകുന്നത്. ചടങ്ങിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. G. സുധാകരൻ MLA സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. ആലപ്പുഴയ്ക്ക് ഓണസമ്മാനമായി KSRTC ബിസിനസ് ക്ലാസ് ബസ് ലഭിച്ചു. ബസ് സർവീസ് ഞായറാഴ്ച ആരംഭിച്ചു. റിസർവേഷൻ ആരംഭിച്ച ദിവസം മുതൽ വലിയ ബുക്കിംഗ് ആണ് നടന്നത്. ആലപ്പുഴയിൽ നിന്ന് വൈകിട്ട് 5:30 യാത്ര. പിറ്റേന്ന് രാവിലെ 5:55 ബാംഗ്ലൂരിലെത്തും. വർഷങ്ങളായുള്ള ആലപ്പുഴയുടെ ആവശ്യമായിരുന്നു അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഒരു ബസ് എന്നത്. അത് ബിസിനസ് ക്ലാസ് രൂപത്തിൽ ലഭിച്ചപ്പോൾ ജില്ല ആഹ്ലാദത്തിലാണ്. KC വേണുഗോപാൽ MP ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പുഷ്പോത്സവം തുടങ്ങി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ VP സുനിലിന്റെ പൂപ്പാടത്താണ് പുഷ്പോത്സവം സജ്ജമാക്കിയിട്ടുള്ളത്. കളക്ടർ ഷാജി V. നായർ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു. 5 നിറങ്ങളിലായി 20,000 ചെണ്ടുമല്ലികളും വാടാമുല്ലയും ചേർന്ന വിശാലമായ തോട്ടമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായത്താൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SNRSന്റെ 2026-2027 വർഷത്തെ വാർഷിക ബജറ്റിന് അംഗീകാരം. 166 കോടി രൂപയുടെ ബജറ്റാണ് SNRS സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവതരിപ്പിച്ചത്. ആസ്പത്രികളുടെ വികസനത്തിന് 50 കോടിയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ 14 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ചെയർമാൻ ഡോക്ടർ MN സോമൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി, ട്രഷറർ ഡോക്ടർ G. ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല SN കോളേജിലാണ് SNRSന്റെ വാർഷിക പൊതുയോഗം നടന്നത്. ചേർത്തലയിലെ ഉളവയ്പ് എന്ന ഗ്രാമത്തിൽ നടന്ന ചൂണ്ടയിടൽ മത്സരം ശ്രദ്ധേയമായി. വോയിസ് ഓഫ് ഉളവയ്പ് എന്ന സംഘടനയാണ് അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഉളവയ്പ് കായലിൽ സംഘടിപ്പിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.